ഹലോ ആൻഡ് വെൽക്കം ടു ദി ഡെയിലി ത്രീ പ്രോഗ്രാം. നമ്മൾ ജിമ്മിൽ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. അതായത് മസിൽ സൈസ് വെക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെയിറ്റ് ചെയ്യണം, അതുപോലെ മസിലിൽ ഷേപ്പ് ആൻഡ് ഡെഫിനിഷൻ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ റെപ്പറ്റീഷൻ ചെയ്യണമെന്നുള്ളത്. മസിൽ ഗ്രോത്ത് അഥവാ ഹൈപ്പർട്രോഫി എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കൊരു ആൻസർ കിട്ടും. കാര്യം മസിൽ ഗെയിൻ കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് മസിൽ ഹൈപ്പർട്രോഫി അഥവാ മസിൽ ഗ്രോത്തിനെയാണ്. കാര്യം പലപ്പോഴും സൈസ് ഗെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫാറ്റ് ഒരു അല്പം ഗെയിൻ ചെയ്താലും സൈസ് കൂടുന്നതായിട്ട് കാണപ്പെടും, അതുപോലെ നമ്മുടെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കാണപ്പെടും. മസിൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളത് 3 ഫാക്ടേഴ്സാണ്. ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ്, അതായത് നമ്മുടെ മസിൽസിനെ ചാലഞ്ച് ചെയ്യുന്ന എന്തൊരു ആക്ടിവിറ്റി, അത് സ്പോർട്സ് ആവാം, എക്സസൈസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ദേഹമാണെങ്കിലുള്ള ഒരു പണിയാവാം, എന്തും ആവാം. ഇനി രണ്ടാമത്താണ് ന്യൂട്രീഷൻ, അതായത് നമ്മുടെ മസിൽ സെൽസിന് റിപ്പയർ ചെയ്യാനും ഗ്രോ ചെയ്യാനും വേണ്ടിയുള്ള ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാന്നുള്ളത്. മൂന്നാമത്തെ ഫാക്ടറാണ് റെസ്റ്റ്, അതായത് നമ്മുടെ മസിൽസിന് ഗ്രോ ചെയ്യാനും റിപ്പയർ ചെയ്യാനുമുള്ള സമയം കൊടുക്കുക എന്നുള്ളത്. ഈ 3 നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ എപ്പോഴൊക്കെ എക്സസൈസ് ചെയ്താലും നമ്മുടെ ബോഡിയിൽ, നമ്മുടെ മസിലിൽ മൈക്രോസ്കോപ്പിക് ലെവലിൽ ഡാമേജ് ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ ഡാമേജ് തന്നെയാണ് ഗ്രോത്തിന് കാരണമായി തീരുന്നത്. അതായത് നമ്മുടെ ബോഡി ഡാമേജിനോട് റെസ്പോണ്ട് ചെയ്യണം നമ്മുടെ മസിൽസിനെ സൈസിലും സ്ട്രെങ്ത്തിലും ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. സോ നമ്മൾ വെയിറ്റ് ആഡ് ചെയ്താലും നമ്മൾ റെപ്പറ്റീഷൻ കൂട്ടി ചെയ്താലും നമ്മുടെ മസിൽസിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് തോന്നുന്നൊരു ഡൗട്ടാണ്, അപ്പം വെയിറ്റ് കൂട്ടി ചെയ്യുന്നതിലും റെപ്പറ്റീഷൻ കൂട്ടി ചെയ്യുന്നതിലും ഒരു വ്യത്യാസമില്ല എന്നുള്ളത്. യെസ്, വ്യത്യാസമുണ്ട്. കാര്യം രണ്ടും നമ്മുടെ ബോഡി എഫക്ട് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. സോ നമ്മൾ കൂടുതൽ റെപ്പറ്റീഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് നമ്മുടെ മസിൽസിന്റെ എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കുറച്ച് കൂടുതൽ നേരം ചെയ്യാനുള്ള കഴിവ്. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയി സീറ്റഡ് ഡ്രോയിങ് അല്ലെങ്കിൽ സിംഗിൾ ആം ഡ്രോയിങ് പോലുള്ള പുള്ളിങ് മൂവ്മെന്റ് ഒരുപാട് റെപ്പറ്റീഷൻസ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുള്ളിങ് എൻഡ്യൂറൻസ് കൂടും. അപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ പോയി ഒരു തഗ് ഓഫ് വാർ അല്ലെങ്കിൽ വടം വലിയിൽ കമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അൺട്രെയിൻഡ് ആളേക്കാൾ കൂടുതൽ നേരം പുള്ളി ചെയ്യാനും അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവും. സോ അതുപോലെ നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഹെവി വെയ്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഓവറോൾ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അത് കാരണം നിങ്ങളുടെ ഓവറോൾ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി കൂടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പുഷ് ചെയ്യാനും കൂടുതൽ പുള്ളി ചെയ്യാനും കഴിയും. സോ അപ്പോൾ നമ്മൾ സെയിം വടംവലിയുടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അൺട്രെയിൻഡ് ആയിട്ടുള്ള 2 പേര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. സോ നിങ്ങളുടെ വർക്കൗട്ടിൽ നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട് കിട്ടണമെങ്കിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ 2 മെത്തേഡ് നിങ്ങളുടെ വർക്കൗട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ, അതായത് ഫസ്റ്റ് സെറ്റിൽ ഒരു മോഡറേറ്റ് വെയിറ്റ് യൂസ് ചെയ്ത് 12 to 15 reps, സെക്കൻഡ് സെറ്റിൽ അല്പം കൂടെ വെയിറ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് ഒരു 8 to 10 reps ചെയ്യുക, തേർഡ് സെറ്റിൽ ഒരു 6 to 8 reps അല്പം കൂടെ വെയിറ്റ് ആഡ് ചെയ്ത്, എന്നിട്ട് നിങ്ങളുടെ ലാസ്റ്റ് ആൻഡ് ഫോർത്ത് സെറ്റിൽ നിങ്ങളുടെ കപ്പാസിറ്റിയുടെ ഒരു 80%, അതായത് അത്യാവശ്യം ഹെവി വെയിറ്റിൽ ഒരു 3 to 4 reps ചെയ്യാം. സോ ഈ മെത്തേഡിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മസിൽ ഗ്രോത്ത് മാത്രമല്ല നിങ്ങളോട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഓവറോൾ സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ് ഡെവലപ്പ് ആവും. സോ മേക്ക് സ്മാർട്ട് ഡിസിഷൻസ്, സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹെൽത്തി.